നമസ്കാരം. അടിമുടി തട്ടിപ്പുകൾ. പിണറായി സർക്കാർ വന്ന അന്നു മുതൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ലക്ഷങ്ങളുടെയും കോടികളുടെയും തട്ടിപ്പ് കഥകളാണ്. ഇപ്പോഴിതാ KSFEയിലും തട്ടിപ്പ് നടന്ന കാലങ്ങളായിട്ടും കേസ് അവിടെ തന്നെ. പാവങ്ങളുടെ പണം വാങ്ങി കീശയിലിട്ട് കൈമലർത്തുന്ന നടപടി ഇടത് സർക്കാർ തുടങ്ങിയത് ഇപ്പോഴൊന്നുമല്ല. കരുവന്നൂർ കൂടി പുറത്തു വരുമ്പോൾ അത് മനസ്സിലാകും. കരുവന്നൂരിലേത് വർഷങ്ങളായി നടക്കുന്ന തട്ടിപ്പാണെന്ന് തെളിഞ്ഞതോടെ സംസ്ഥാനത്തെ വിവിധ ബാങ്കുകളിൽ നടന്ന സർക്കാരിന്റെ തട്ടിപ്പുകൾ പുറത്തു വരികയാണ്. അതും സർക്കാരിന്റെ സ്വന്തം ബാങ്കായ KSFEയിൽ. KSFEയുടെ വൈത്തിരി ശാഖയിൽ 60 ലക്ഷത്തിലധികം രൂപയുടെ വെട്ടിപ്പ് നടന്നിട്ട് 2.5 വർഷമായിട്ടും കേസ് എങ്ങും എത്തിയില്ല. ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ടും KSFE പോലീസിൽ പരാതി നൽകിയതല്ലാതെ സ്വന്തം നിലയ്ക്ക് ഒരു കേസ് നടത്താൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഉപഭോക്താക്കളിൽ പലർക്കും ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടപ്പെട്ടത്. 12 ലക്ഷത്തിലധികം രൂപ നഷ്ടപ്പെട്ടവരുമുണ്ട് ഇക്കൂട്ടത്തിൽ. വർഷത്തോളം നീണ്ട ക്രമക്കേടിൽ ഭീമമായ സംഖ്യയുടെ തട്ടിപ്പ് നടന്നിട്ടും സ്ഥാപനത്തിന്റെ മാനേജർമാരോ മറ്റ് ജീവനക്കാരോ അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. എന്നാൽ ജീവനക്കാരുടെ ഒത്താശയില്ലാതെ ഇത്രയും ഭീമമായ സംഖ്യ ഒരു കളക്ഷൻ ഏജന്റിന് മാത്രമായി തട്ടിയെടുക്കാൻ കഴിയില്ലെന്നാണ് ഉപഭോക്താക്കൾ പറയുന്നത്. രസീത് ആവശ്യപ്പെട്ടവർക്ക് KSFEയുടെ രസീതിൽ കൈകൊണ്ട് എഴുതിയാണ് നൽകിയിരുന്നത്. സ്ഥാപനത്തിന്റെ ബ്ലാങ്ക് രസീത് കളക്ഷൻ ഏജന്റിന്റെ കയ്യിൽ എങ്ങനെ വന്നു എന്നതിനും മറുപടിയില്ല. തട്ടിപ്പ് കണ്ടെത്തിയിട്ട് പോലും കളക്ഷൻ ഏജന്റിന്റെ തിരിമറിയെക്കുറിച്ച് യാതൊരു വിവരവും സ്ഥാപനം ഇടപാടുകാർക്ക് നൽകിയിട്ടില്ല. തുടർന്നും തട്ടിപ്പുമായി മുന്നോട്ട് പോകുന്നതിന് ഇത് സഹായകരമായി. 15 തവണ അടവ് തെറ്റിയിട്ടും അന്ന് സ്ഥാപനത്തിൽ നിന്ന് ഒരു മെസ്സേജ് പോലും ഇടപാടുകാർക്ക് അയച്ചില്ല എന്നതും ദുരൂഹത ഉണർത്തുന്നു. KSFEയുടെ ഹെഡ് ഓഫീസിൽ നിന്നും റീജിയണൽ ഓഫീസിൽ നിന്നും അതോടൊപ്പം KSFE വിജിലൻസും തട്ടിപ്പിനെ കുറിച്ച് അന്വേഷണം നടത്തിയെങ്കിലും കാര്യമായ നടപടികളൊന്നും ഉണ്ടായില്ല. അതേസമയം തട്ടിപ്പിനിരയായ അടവ് തെറ്റിയവർക്കും അടവുകൾ വൈകി അടച്ചവർക്കും ഇപ്പോൾ KSFE ഓഫീസിൽ നിന്നും റവന്യൂ റിക്കവറി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. തങ്ങളുടേതല്ലാത്ത കുറ്റത്തിൽ മാസത്തവണ വരവ് വെക്കാത്തതിനെ തുടർന്ന് കുടിശ്ശികയായ തുക തുടർന്നടച്ചപ്പോൾ ഡിവിഡന്റ് കുറയ്ക്കാതെയാണ് ചിട്ടിപ്പണം സ്വീകരിച്ചത്. ഇതുവഴി KSFE ലക്ഷക്കണക്കിന് രൂപയുടെ ആദായമാണ് ഉണ്ടാക്കിയത്. തട്ടിപ്പിനിരയായ ഇടപാടുകാർ കേസ് കോടതിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. KSFEയിലെ ജീവനക്കാർക്കെതിരെയും അന്വേഷണം വേണമെന്നാണ് ഇടപാടുകാർ ആവശ്യപ്പെടുന്നത്. ഉപഭോക്താക്കളിൽ നിന്നും മാസാമാസം ശേഖരിക്കുന്ന തുക സ്ഥാപനത്തിൽ അടയ്ക്കാതെയാണ് കളക്ഷൻ ഏജന്റായ തളിപ്പുഴ സ്വദേശി നടത്തിയത്. വഞ്ചിക്കപ്പെട്ട ഉപഭോക്താവ് നൽകിയ കേസിൽ ഇയാളെ 1 വർഷത്തിന് ശേഷം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ജാമ്യത്തിലിറങ്ങി സ്ഥലം വിട്ടിരിക്കുകയാണ് ഇയാൾ. ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി 7 മണിക്ക് DNA ന്യൂസിൽ ഉള്ളത് പറയാം.